ക്ഷേത്ര ദർശനം എന്തായാലും മുടങ്ങാതെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പഴയ കാലത്ത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് ഗ്രാമങ്ങൾ തോറും ക്ഷേത്രം ഉള്ളത്. കുറിപ്പന കടയുമാകിൽ തലയെ ആങ്കേ അറുപ്പതേ കരുമങ്കണ്ടായി അരങ്കമാനരുളാളെ. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം? തല വെട്ടണം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സൈബർ ബുള്ളിങ് ആണെങ്കിൽ ആ സൈബർ ബുള്ളിങ്ങിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ അഫക്റ്റ് ആവാത്ത രീതിയിലേ പ്രതികരിക്കാവൂ. ലോകാന്ന ഇന്ത്യ എന്നാണ്. ലോകത്തിലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ എല്ലാവരും പ്രതികരിച്ചോളണം എന്നില്ല. പൊതുവിൽ സന്ധ്യാവന്ദനം എല്ലാം 3 നേരം എന്നാണ് പറയുന്നതെങ്കിൽ പോലും രാവിലത്തെ സന്ധ്യയ്ക്കാണ് പ്രാധാന്യം ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മുടെ ഇതിലോട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ പല അനുഷ്ഠാനങ്ങളെയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ദൈവഭക്തിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളെ ആയാലും ഒരുപക്ഷെ ഒരു അളവിൽ കൂടുതൽ പരിഹസിക്കുന്ന ഒരു ശൈലി കാണുന്നുണ്ടെന്ന് ഒരുപാട് പേര്. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചില തത്വപ്രമാണങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ഒരുപാട് പേര് വിമർശിച്ച് കാണാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസം എന്നുള്ളത് നമുക്ക് ഒരുപാട് വേദന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. ഒരുപക്ഷെ ചിലപ്പം നമ്മൾ ഈ ആൾക്കാർ പറഞ്ഞ മിത്ത് എന്ന് പറഞ്ഞൊരു സാധനമാണെങ്കിൽ പോലും അല്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധനത്തിന് മിത്തെന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശക്തികളില്ല. ഒരാൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ അറിവുകൾ വളരെ, നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വളരെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു മതങ്ങൾക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവരുടെ മതത്തെ അവർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മതത്തെ അങ്ങനെ പഠിപ്പിക്കുന്നതുമില്ല. നമ്മുടെ മതത്തെക്കുറിച്ച് ആർക്കും വ്യക്തമായി പഠിപ്പിക്കാനുള്ള ധാരണ ഒരുമാതിരി നമ്മൾ ആരെ വിശ്വസിക്കും എന്നുള്ളൊരു തോന്നലുമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ദിവസവും ഈ പൈസ ഉണ്ടാക്കുന്നൊരു ഒരു ഒരു ടൂളായിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ മറ്റ് ആചാരങ്ങളെ, ഈ പറയുന്ന ജ്യോതിഷത്തെയാണെങ്കിൽ പോലും പൈസ വെച്ചിട്ട് 1000 രൂപയാണ് അല്ലെങ്കിൽ കൺസൾട്ടിങ് ഫീ എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ചില ആൾക്കാരുണ്ട് കൈനോട്ടം അതിനെ പറയുന്നവരുണ്ട്, ഇത്ര രൂപയാണ് ഫീ എന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരിലേക്ക് ഒരുപക്ഷെ ഇത് എത്തപ്പെട്ടു അല്ലെ അങ്ങനെ. അപ്പം നമുക്കറിയത്തില്ല ഇത് എവിടുന്ന് കിട്ടും, അല്ലെ എവിടുന്നാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നതെന്നോ, അല്ല നമുക്കിത് പ്രതിരോധിക്കാനുള്ളൊരു ശേഷി നമുക്ക് എവിടുന്ന് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ സാറ് ഇപ്പം തീർച്ചയായിട്ടും സാർ ഈ 2 രൂപത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് സാധാരണ ഒരാൾക്കാർക്ക് ഇതെങ്ങനെ? അല്ല, പൊതുവിൽ പറയുന്നത് ലോകാന്ന ഇന്ത്യ എന്നാണ്. ലോകത്തിലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ എല്ലാവരും പ്രതികരിച്ചോളണം എന്നില്ല. പ്രതികരണ ശേഷി ഉള്ളത് കൊണ്ട് മാത്രം പ്രതികരിക്കണമെന്നുമില്ല. അഹിതമായ ഒരു വസ്തു നമ്മുടെ ധർമ്മത്തെ പറ്റിയോ ദേവതകളെ പറ്റിയോ അനുഷ്ഠാനങ്ങളെ പറ്റിയോ കേൾക്കാൻ പാടില്ലാത്തത് ഒന്ന് കേട്ടു എങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ്റെ പ്രൈമറി. പിന്നെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് അവിടെ ആർഗ്യൂ ചെയ്യാൻ പോവുക, ആ സ്ഥലം വിട്ട് മാറണം. അതൊരിക്കലും ഭീരുത്വമല്ല. ഇത് തിരുമാലയിൽ തൊണ്ടരടിപ്പൊടി ആഴ്വാർ പറയുന്ന ഒരു വാക്കുണ്ട്. കുറിപ്പന കടയുമാകിൽ തലയെ ആങ്കേ അറുപ്പതേ കരുമങ്കണ്ടായി അരങ്കമാനരുളാളെ. കുറിപ്പന കടയുമാകിൽ തലയെ, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം? തല വെട്ടണം, അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോണം. അദ്ദേഹം പാട്ടിൽ 2 ഓപ്ഷനാണ് പറയുന്നത്. ഒന്ന് തല വെട്ടുക, അല്ലെങ്കിൽ അവിടുന്ന് പോവുക, പ്രതികരിക്കാതെ പോവുക. പക്ഷേ പ്രതികരിക്കാതെ പോകുന്നതിന് ഒബ്ജക്റ്റീവ്സ് ഒന്നുമില്ല. കുറിപ്പന കടയുമാകിൽ തലയെ ആങ്കെ അറുപ്പതേ കർമ്മങ്കണ്ടായി. കമൻട്രേറ്റർ പെരിയവാച്ചാൻ പിള്ള എഴുതുന്നത് കുറിപ്പന കടയുമാകിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റേതായ നിയമങ്ങൾക്ക് അനുസൃതമായ റിയാക്ഷൻ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സൈബർ ബുള്ളിങ് ആണെങ്കിൽ ആ സൈബർ ബുള്ളിങ്ങിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ അഫക്റ്റ് ആവാത്ത രീതിയിലേ പ്രതികരിക്കാവൂ. വി ഹാവ് ടു ബി കോഷ്യസ് ഇനഫ്. ആ കുറിപ്പന കടയുമാകിൽ എന്നുള്ളതിൻ്റെ കമൻട്രിയിൽ അത് വ്യക്തമായി 700-800 വർഷം മുമ്പ് എഴുതി വച്ചിട്ടുണ്ട്. യു ക്യാൻ റിയാക്ട് പ്രൊവൈഡഡ് യു ആർ റിലീജിയൻ ആണോ രാഷ്ട്രമാണോ ഫസ്റ്റ്? രാഷ്ട്രമാണ് ഫസ്റ്റ്.
അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളാണ് പ്രഥമം. എൻ്റെ പ്രാക്ടീസ് ഈ നിയമങ്ങളെ അനുസരിക്കാനും ഈ നിയമങ്ങൾക്കൊത്ത് മുമ്പോട്ട് പോകാനുമുള്ള ഒരു നല്ല സിറ്റിസണായി കൂടുതൽ ഞങ്ങൾ മാറ്റുകയാണ്. സോ സെൽഫ് പ്രാക്ടീസിന് 2 ഫേസാണുള്ളത്. ഒന്ന് നമ്മുടെ ആത്മാവിൻ്റെ ഡെവലപ്മെൻറ്റ്, 2 ലോകത്തിൻ്റെ നന്മ. നാരായണ ഗുരു പറയുമ്പോൾ അതാണല്ലോ പറയുന്നത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് ഗുണത്തിന് വേണം. പക്ഷേ അത് ദോഷമായി ചെയ്യുന്ന സമയത്ത് അതിന് കണ്ണും പൂട്ടി പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ നമ്മളുടെ അടുത്ത് ഉണ്ടാവണം. ഇഫ് യു ആർ ഇൻ എ പൊസിഷൻ ടു ഡൂ സോ യു ക്യാൻ. അപ്പോഴും സെൽഫ് പ്രൊട്ടക്ഷനാണ് പ്രൈമറി. നമ്മളാ പ്രതികരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ദർ ഇസ് നോബഡി എൽസ് ടു പ്രൊട്ടക്റ്റ് യു. സോ ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കാം പ്രോബബിളി. ഭീരുവാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മുടെ ശൂരത്വം എവിടെ പോയി കാണിക്കണം എന്നുണ്ടല്ലോ. ഒരു കാള ഇങ്ങോട്ട് വരികയാണ്, എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നതാണോ ശൂരത്വം? അങ്ങനെ കാണിക്കുന്നവരും ഉണ്ട്. അതിന് പക്ഷേ പറയുന്ന പേര് വേറെയാണ്. മറ്റേ ഒരു ജല്ലിക്കെട്ട്, അതിന് പറയുന്ന പേര് ജല്ലിക്കെട്ടെന്നാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അതിലും സാധാരണ ഒരാൾക്ക് എനിക്ക് പോയി ജല്ലിക്കെട്ട് നടത്താൻ പറ്റുമോ? അതിനുള്ള മാനസികപരമായ അതിന് ട്രെയിൻ ചെയ്ത ഒരാളല്ലേ അത് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അല്ലാതെ ഒന്നും അറിയാതെ ഒരു കാള ഓടി വരുന്നു, ഞാൻ ദിവസവും ജിമ്മിൽ പോകുന്ന ആളാണെന്ന് കാളയെ പിടിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. തീർച്ചയായിട്ടും അല്ലേ? സോ ഇതൊരിക്കലും നമ്മൾ അവിടെ നിന്ന് മാറിക്കളയുന്നത് ഒരിക്കലും ഒരു ഭീരുത്വമല്ല. പ്രതികരിക്കാതിരിക്കുന്നത് ഭീരുത്വമല്ല. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കണം. അതിനുവേണ്ടി മീൻ ചെയ്തവർ അത് ചെയ്യണം. എങ്കിലേ അതിന് വാല്യൂ ഉള്ളൂ. അതിനെ നമ്മൾ 1000 വാക്കുകൾ പറയുന്നതും അങ്ങനെയുള്ള ആൾക്കാർ ഒരു വാക്ക് പറയുന്നതും ഇമ്പാക്റ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. സോ അത് യു ഹാവ് ടു ലീവ് സർട്ടൻ തിങ്സ്. യു നോ വാട്ട് ഗെയിം ടു പ്ലേ ആൻഡ് വാട്ട് നോട്ട് ടു പ്ലേ. ക്രൗൺ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിൽ ക്വീൻ മേരിയുടെ ക്യാരക്ടർ ക്വീൻ എലിസബത്തിന് അഡ്വൈസ് കൊടുക്കുന്നതാണ്. You should know exactly when to keep silent. It takes every drop of your energy not to react. But you should not react. People will expect you should react, but you should not. എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ജീവിതത്തിലും ക്വീൻ എലിസബത്ത് അവസാന കാലം വരെയും അവസാന ശ്വാസം വരെയും റിയാക്റ്റ് ചെയ്യാതെയാണ് ജീവിച്ചത്. ദാറ്റ് ഹാസ് ഗിവൺ എ ലോട്ട് ഓഫ് ഇമ്പാക്റ്റ് ഓൺ ഹെർ ക്യാരക്ടർ. സോ അതിൻ്റെ ഒരു ഇതാണ്. നമ്മുടെ റിലീജിയനെ ആരെങ്കിലും കുറവ് പറഞ്ഞതുകൊണ്ട് നമ്മുടെ റിലീജിയൻ ഇല്ലാതായി പോകുന്നില്ല. അത് നമ്മുടെ അവർ പറയുന്ന കുറവിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാനും അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാനും കൂടുതൽ സ്വാനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടെടുത്ത് നമ്മളെ ഡെവലപ്പ് ചെയ്യണം. അവരെ ഡിഫെൻഡ് പോകുന്ന സമയം നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം ഒരു ഹിന്ദു ഇപ്പം ഞാനൊരു ഹിന്ദു, അപ്പം എനിക്കങ്ങനെ ഞാൻ സാധാരണ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും എന്നുള്ളതിലുപരി നമ്മളിപ്പോൾ ഒരു ഹിന്ദു എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു ജീവിതചര്യ അതെങ്ങനെ ആയിരിക്കണമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഇപ്പം നമ്മൾ പ്രാർത്ഥന ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധന എന്നൊക്കെ പറയാമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു മാറ്റം സാറിൻ്റെ ഇതിൽ എന്തായിരിക്കും അത്? ക്ഷേത്ര ദർശനം എന്തായാലും മുടങ്ങാതെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പഴയ കാലത്ത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് ഗ്രാമങ്ങൾ തോറും ക്ഷേത്രം ഉള്ളത്. അതും പ്രത്യേകിച്ച് ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമം എടുത്താൽ അതിൻ്റെ ബ്രഹ്മസ്ഥാനം, ഈശാന കോണ്, അതേപോലെ നിർത്തി കോണ് ഒക്കെ ആയി പിരിച്ച്
ഇവിടെ ഭഗവതി, ഇവിടെ വിഷ്ണു, അവിടെ ശിവൻ എന്നൊക്കെ പറഞ്ഞ് ഇത് ശൈവാഗമങ്ങളുടെയും രീതി അങ്ങനെ തന്നെയാണ്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഒരു ആസ്പെക്റ്റിലാണ് നമ്മുടെയും ഗ്രാമക്ഷേത്രങ്ങളെല്ലാം ഉള്ളത്. ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് അതും കഴിവതും രാവിലത്തെ ക്ഷേത്ര ദർശനം വെറും വയറ്റിൽ, ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ, അതെ എന്നുള്ളതാണ് പഴയ കാലത്ത് എല്ലാവരും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പിന്നീടുള്ള ക്ഷേത്ര ദർശനങ്ങളെല്ലാം ഓപ്ഷണലാണ്. ബാക്കിയുള്ള പൂജ തൊഴാൻ പോകുന്നതോ അല്ലെങ്കിൽ വൈകുന്നേരം ദീപാരാധന, ദിസ് ആർ ഓൾ ഓപ്ഷണൽ തിങ്സ്. രാവിലത്തേത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ മുത്തശ്ശനെ എനിക്കിപ്പോൾ ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്ത് സ്വാനുഷ്ഠാനം ആദ്യം, സന്ധ്യാവന്ദനം ഫസ്റ്റ്, അതിനുശേഷം അന്നത്തെ പൂക്കളെല്ലാം പറിച്ചെടുത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് തിരിച്ച് വന്ന് എന്തെങ്കിലും തേവാരത്തിന് ഒരുക്കണമെങ്കിൽ ഒരുക്കി വെച്ചതിന് ശേഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. വെള്ളം പോലും. അതെ. അതിനെന്താ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം? അങ്ങനെയാണ് രീതി. അത് അങ്ങനെ ഒരു രീതിയായിട്ട് തന്നെ പ്രാചീന ആൾക്കാർ തുടർന്ന് വന്നിരുന്ന. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം കുടിച്ച് വേണം തുടക്കം, അങ്ങനെയാണോ? നമ്മൾ അത്രയ്ക്ക് എക്സ്ട്രീമായിട്ടത് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള ലെവലിൽ എടുത്താൽ മതി. നമ്മൾ ഒത്തിരി എക്സ്ട്രീമായിട്ട് ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ച് നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊന്നും അത് ഇത്ര കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് എടുത്താൽ മതി. ഒരു കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദ റിലീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ഓൺ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പക്ഷേ എന്ത് പറഞ്ഞാലും സന്ധ്യാവന്ദനമാണ് പ്രൈം. പക്ഷേ സന്ധ്യാവന്ദനം എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്സ്യലാണ്, കോംപ്ലിക്കേറ്റഡുമാണ്. കാരണം ഇന്ന് എൻ്റെ ഒരിക്കലൊരു ശ്രൗതികളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സോമയാഗം ചെയ്യുന്ന ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു കാലത്ത് എല്ലാ ജാതിയിൽ പെട്ട ആൾക്കാർക്കും എല്ലാവർക്കും സന്ധ്യാവന്ദനം ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്ക് അതിൻ്റേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് ഉണ്ടായിരുന്നു. അതായത് പ്രോബബ്ലി ദ ലോങ്ങസ്റ്റ് സന്ധ്യാവന്ദനം പ്രൊസീജിയർ എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണരുടേതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഈ നമ്പൂതിരിമാരുടെ സന്ധ്യാവന്ദനം എടുത്ത് നോക്കുന്നത്. വളരെ ഷോർട്ടാണ്, അധികം പ്രൊസീജിയറുകളിലില്ല. ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് സന്ധ്യാവന്ദനത്തിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പ്രൊസീജിയറിന് 4 പ്രധാന ഭാഗവും 40 അംഗങ്ങളുമാണ്. ഇതനുസരിച്ചിട്ട് സന്ധ്യാവന്ദനം ചെയ്യണമെങ്കിൽ ഒരു 20-25 മിനിറ്റ് സമയമെടുക്കും. മെഡിറ്റേറ്റീവ് പ്രോസസ്സ് മാറ്റി നിർത്തിയതിന് ശേഷം ക്രിയയ്ക്ക് മാത്രം. ഈ 25 മിനിറ്റ് സമയം കൊണ്ട് 4 പ്രധാന ഭാഗങ്ങളും 40 അംഗങ്ങളെയും നിവൃത്തിയാക്കണം. അങ്ങനെയാണ് ഇതിനൊരു പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടത് കോമൺ റിലീജിയനിൽ. ആ സമയത്ത് നമ്മളൊരു വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള ഒരു ഇത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളുടെ റിലീജിയസ് നേച്ചർ, ആ സത്ത, നമ്മളാ ധാരണാശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവനും ഒരു സമൂഹത്തിന് നഷ്ടമായി തുടങ്ങുകയാണ്. ഇപ്പം ധാരാളം പേര് സന്ധ്യാവന്ദനത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചില ആൾക്കാർ സന്ധ്യാവന്ദനം ചെയ്യാതെ വെറുതെ ഗായത്രി ജപിക്കുന്നുണ്ട്. ദർ ഇസ് നോ യൂസ്. സന്ധ്യാവന്ദനം എന്ന് വെച്ചാൽ ത്രിസന്ധ്യ സമയത്ത് നമ്മൾ, അതെ, അതിലും പ്രാതസന്ധ്യ ഗരീയസി എന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. സമയം പറയുന്നുണ്ട്. പക്ഷേ അതേ കാലത്ത് ഈ തന്ത്രയ്ക്കും വേദ സംബന്ധമായ വിഷയങ്ങൾക്കും ഒരു ഡിഫറൻസ് ഉള്ളത്, തന്ത്രം വളരെ റിജിഡാണ്. ഒരു സമയം പറഞ്ഞാൽ അതിനകത്ത് വലിയ ഫ്ലെക്സിബിലിറ്റി ഒന്നും അത് തന്ത്രം ഓഫർ ചെയ്യില്ല. പുരസ്ചരണത്തിനായാലും അല്ലെങ്കിൽ ജപസാധനകൾക്കായാലും ഒരു സമയം നിർദ്ദേശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോ എന്നുള്ളൊരു ഓപ്ഷൻ തന്ത്രം തരില്ല. വേണമെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതില്ല എന്നുള്ളതേ ഉള്ളൂ. വേദത്തിന് അങ്ങനെയല്ല. വേദത്തിന് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രാകട്യം കൂടുതലാണ്. അതായത് ആളെങ്ങനെയും ചെയ്തിട്ട് പോട്ടെ, അതും പറഞ്ഞ് ചെയ്യാതിരിക്കേണ്ട എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് വേദത്തിനുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവരും. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങേ അറ്റത്തെ കാര്യം ആദ്യം പറയും. അത് മിക്കവാറും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യനും പോസിബിൾ അല്ലാത്ത ഒരു അനുഷ്ഠാനമായിരിക്കും. പക്ഷേ അവരതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് ഒരു 4-5 സ്റ്റെപ്പ് കഴിയുമ്പോൾ എനിബഡി ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു ലെവലിലെത്തും. പക്ഷെ സന്ധ്യാവന്ദനം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സന്ധ്യാവന്ദനം അഡോപ്റ്റ് ചെയ്ത് അതിനെ അനുഷ്ഠിക്കണം.
അത് ഉപാസിക്കണം എന്നുള്ളതിൽ, കാരണം സന്ധ്യോപാസനയാണ്, സന്ധ്യാവന്ദനം, സന്ധ്യോപാസന എന്ന് പറയുന്നത് ഒരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ എ ഹ്യൂമൻ വെൽബീയിങ്. സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എസെൻഷ്യൽ. രാവിലത്തേക്ക് മാറ്റാൻ രാവിലെയാണ് ഏറ്റവും പ്രധാനം. ബാക്കി ഇത് പൊതുവിൽ സന്ധ്യാവന്ദനം എല്ലാം 3 നേരം എന്നാണ് പറയുന്നതെങ്കിൽ പോലും രാവിലത്തെ സന്ധ്യയ്ക്കാണ് പ്രാധാന്യം ഏറ്റവും കൂടുതൽ. മറ്റുള്ള നേരങ്ങളിൽ ചെയ്ത് അഗൈൻ കോൺട്രവേഴ്സ്യലായിട്ട് സംസാരിക്കുകയല്ല, മറ്റുള്ള സമയത്ത് ചെയ്തില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് ഓക്കെ. രാവിലെ യു കനോട്ട്, ഇഫ് യു ആർ സന്ധ്യാഹീനോ, സന്ധ്യാഹീനനായിരിക്കുന്നവൻ നിത്യവും ആശൗചത്തോടെ ഇരിക്കുന്നു എന്നാണ്. സന്ധ്യാഹീനോ അശുചിർ നിത്യം, സർവകർമ്മങ്ങൾക്കും അനർഹനാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. സന്ധ്യ എന്ന് പറഞ്ഞ അർത്ഥം, സന്ധ്യ വൈകുന്നേരം അലത്ത് സന്ധ്യ അങ്ങനെ ചിന്തിക്കുന്നത്. സന്ധ്യ എന്ന് പറയുന്നത് ഈസ് എ ജംഗ്ഷൻ ഓഫ് 2 times, 2 സമയങ്ങളുണ്ട്. ഓക്കെ, രാവിലെ ആകാം, ഉച്ചയും ഒരു ജംഗ്ഷനാണ്. ബിക്കോസ് ദ സൺ ഈസ് ക്രോസിംഗ് ഫ്രം one end to the other end and it is crossing the middle. That is also a junction. രാത്രിയും ഒരു ജംഗ്ഷനാണ്, അത് അടുത്ത ക്രോസാണ്. അതുകൊണ്ടാണ് 4ാമത്തെ സന്ധ്യാവന്ദനം ചില ആൾക്കാർക്കൊക്കെ ഉള്ളത്, തുരീയ സന്ധ്യ എന്ന് പറയും. അതും ഒരു പീരിയഡ് ഓഫ് ടൈമാണ്. ഈ പീരിയഡ് ഓഫ് ടൈമുകൾക്ക് മാക്സിമം അഡ്ഹർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എഴുന്നേൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എഴുന്നേറ്റ ഉടനെ ചെയ്യുക. പക്ഷേ പ്രാതരനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഇസ് വെരി എസെൻഷ്യൽ ഫോർ രാവിലെ ഫ്രഷായിട്ട് എഴുന്നേറ്റു എന്ന് നമ്മൾ പറയില്ലേ, ആ ഫ്രഷ്നെസ്സിന് ഉണ്ടാകുന്ന എല്ലാ ഇമ്പാക്റ്റുകളും ഡബിളാക്കുകയോ ട്രിപ്പിളാക്കുകയോ ചെയ്യാനായിട്ട് ഈ പ്രാതർ അനുഷ്ഠാനങ്ങൾക്ക് ധാരാളമായിട്ട് സാധിക്കും. അത് രാവിലെ നമ്മൾ കിടക്കയിലിരുന്നുള്ള ജപം തൊട്ട്, കിടക്കയിലിരുന്നുള്ള ഭഗവത് സ്മരണം തൊട്ട് നമ്മൾ സന്ധ്യാവന്ദനം ചെയ്തതിന് ശേഷമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാവൂ. രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചില്ല എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു 1/4 മണിക്കൂറിനിടയ്ക്ക് വാട്സപ്പ് നോക്കിയില്ല എന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സെൽഫാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ വേറെ ആർക്കും പ്രയോജനം, അല്ലെങ്കിൽ വേറെ ആർക്കും അല്ല ദോഷം സംഭവിക്കുന്നത്. നമ്മുടെ സെൽഫ്, നമ്മുടെ ആത്മാവിൻ്റെ ഉജ്ജീവനത്തിനും നമ്മുടെ ആത്മാവിൻ്റെ ഉത്ഥാപനത്തിനും ഹേതുവായി ഭവിക്കുന്നതായ ഹേതുവായി ഭവിക്കുന്നതായ ഒരു ഇമ്പൾസ്, അതിനെ ദ്യോതിപ്പിക്കുന്നതായ ഒരു എനർജി, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന പോലെ ശരിയല്ല, ആത്മാവിൻ്റെ ഉത്ഥാനത്തിന് ദ്യോതിപ്പിക്കുന്നതായ ആ ഒരു ചൈതന്യത്തിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി പോകും. സന്ധ്യാവന്ദനം എങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അതാത് ആൾക്കാർക്ക്, അതാത് വീട്ടിൽ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അവർ പറയുന്നതാണ് നമ്മുടെ സന്ധ്യാവന്ദനം. അവർ ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിൽ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ എടുത്താൽ ഇപ്പോൾ സന്ധ്യാവന്ദന പദ്ധതികൾ ധാരാളമുണ്ട് കയ്യിലുണ്ടെങ്കിൽ പോലും വീട്ടിന് സന്ധ്യാവന്ദന പദ്ധതി മാറും. കാരണം അവരവരുടെ ആചാരങ്ങളും കൂടെ അതിൽ ചിലപ്പം മുന്നേ പിന്നെ ചേരും. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ്, കോർ എലമെൻറ്റ് മാറില്ല, ബട്ട് അതിൻ്റെ ആ അംഗഭാഗങ്ങളിൽ ഇതാവാം, ഇത് വേണ്ട, ഇത് കൂട്ടാം, ഇത് കുറയ്ക്കാം എന്നുള്ളത് ഈവൻ ഫ്രം ഹൗസ് ഹോൾഡ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദാറ്റ്. കോമൺ സന്ധ്യാവന്ദന പദ്ധതിക്ക് തന്നെ ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ നാടൻ പദ്ധതികൾക്കൊക്കെ അത്രയ്ക്ക് വെറൈറ്റികളുണ്ടാകും. കാരണം എത്രയോ ധാരാളം വീടുകളും അനുഷ്ഠാനങ്ങളുമാണ്. നമ്മൾ പ്രോബ്ലി നമ്മുടെ മുത്തശ്ശൻ എന്ത് ചെയ്തു, മുത്തശ്ശി എന്ത് ചെയ്തു, പൂർവികർ എന്ത് ചെയ്തു എന്നുള്ളതിന് ശ്രദ്ധ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്ത് ഉമ്മറപ്പടിയിലിരുന്ന് ബെഡായി പറഞ്ഞുകൊണ്ടിരുന്നു.
അങ്ങനെ ഇരുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ടാണ് നമ്മളും വളരുന്നത്. അപ്പം നമ്മളും അത് തന്നെ ചെയ്തു. അപ്പുറത്ത് പൂജ ചെയ്തോട്ടെ, വീട്ടിൽ ഭഗവതി സേവ നടക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഭഗവതി സേവ നടക്കുന്നിടത്തുണ്ടാവില്ല, എല്ലാവരും ഇറയത്തായിരിക്കും വെടിവെട്ടം പറയാൻ. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അല്ലേ, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ദീപാരാധന നടക്കുമ്പം തൊഴാനും അത് കഴിഞ്ഞിട്ട് പായസം തിന്നാനും മാത്രമേ നമ്മളുള്ളൂ. അല്ലെങ്കിൽ അത് ദാറ്റ് ഹാസ് ഡാമേജ്ഡ് എ ലോട്ട്. ഇറ്റ് നീഡ് ടു ബി റിവൈവ്ഡ്. ദ റിവൈവൽ ഹാസ് ടു കം ഫ്രം ദ സെൽഫ്. നമ്മുടെ അകത്തുനിന്ന് വേണം ആ റിവൈവൽ പുറത്തേക്ക് വരാൻ. തീർച്ചയായിട്ടും ഒരു ഹിന്ദു സംബന്ധിച്ചിടത്തോളം അയാൾ സന്ധ്യാവന്ദനമാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാരൻ എന്ന നിലയിൽ അതെ അദ്ദേഹത്തിന് അതെ ഡെഫിനറ്റ്ലി സന്ധ്യാവന്ദനം രാവിലെ പ്രാതകൃത്യങ്ങളായിട്ട് ആ ഉള്ള ഭഗവത് സ്മരണം എന്ന് പറയുന്നതാണ് ഒരു തുടക്കക്കാരൻ എപ്പോഴും അഡോപ്റ്റ് ചെയ്യേണ്ടതായ ഒരു വൺ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ നിയറസ്റ്റ് ടെമ്പിളിൽ പോയി തൊഴുത് തുടങ്ങാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിന് സമയമില്ല എന്ന് പറയുന്നവൻ പിന്നെ ഒന്നിനും അർഹതയില്ല. തീർച്ചയായിട്ടും അതിന് സമയമില്ല എന്ന് പറയുന്നവൻ ഒന്നിനും അർഹതയില്ല. ഒരു കാലത്ത് ക്ഷേത്ര ദർശനം തനിയെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ എഴുതി വെച്ചത് കൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടുന്നില്ലല്ലോ. ഇറ്റ് നീഡ് ടു ബി ഫെൽറ്റ് ഫ്രം ദ ഇൻസൈഡ് നോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ തുടങ്ങി മാത്രമേ വലുതിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം. അതെ അതെ ഓഫ് കോഴ്സ്. കാരണം തീർച്ചയായിട്ടും പുതിയൊരു സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള സന്ധ്യാവന്ദനങ്ങൾ തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ഭക്തി പ്രസ്ഥാനം പോലുള്ള, അതായത് ഭജൻസ് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല, ഭക്തി പ്രസ്ഥാനത്തിന് എന്തായാലും ഒരു ഇന്നല്ല ഒരു 1000 വർഷത്തിന് മുകളിലായി മുകളിൽ തന്നെ ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് ഈവൻ അതിന് മുമ്പ് തന്നെ സ്ഥാനമുണ്ട്. ഗാനരൂപമായിട്ടുള്ള ഉപായമാണ് ഉപായങ്ങളിലെല്ലാം ബ്രഹ്മവിദ്യകളിലെല്ലാം വെച്ച് ഏറ്റവും സുലഭമായത് ഭഗവത് പ്രാപ്തിക്ക്. അത് ശൈവമായാലും വൈഷ്ണവമായാലും ഒക്കെ ഗാനരൂപമായ ഉപായമാണ്. അത് നമ്മൾ പാടണമെന്നില്ല, നമ്മൾ കേട്ടാലും മതി. അപ്പോൾ ഭജന പാടുന്നവർക്ക് അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഭജന പാടുന്നവന് ഭക്തി ഇല്ലെങ്കിലും നമുക്ക് ഭക്തി ഉണ്ടായാൽ മതി, അത് കേട്ടാൽ മതി. ദാറ്റ് ഈസ് ഗിവ്സ് എ മച്ച് ബെറ്റർ ഇമ്പാക്റ്റ്. സോ ഇറ്റ് ഈസ് എ വെരി പോസിറ്റീവ് തിങ്. ഭജന മുതലായ കാര്യങ്ങൾക്ക് ഇന്ന് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. കൂടുതൽ കാരണം അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിലെങ്കിലൊക്കെ എത്തി നിൽക്കുന്നത്. അതെ, ഡെഫിനറ്റ്ലി ഒരുപാട് പുതിയ തലമുറകൾ അതിനകത്ത് ഇതാവുന്നതുകൊണ്ട്. അതെ. അപ്പം വളരെ സാറിൻ്റെ അടുത്ത് ഇത്രയും നേരം, അതായത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കണമെന്നൊക്കെ ആയിരുന്നു ആദ്യം, പക്ഷെ അതൊന്നും ചോദിച്ചില്ല. സാറിൻ്റെ അടുത്ത് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ചോദിച്ചത്. ചോദിച്ചതിന് അതൊക്കെ വളരെ കൃത്യമായിട്ട് സാറിൻ്റെ ഉത്തരവും കിട്ടി. സാറിന് കൃത്യമായി അതിനുള്ള അറിവുണ്ടായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും മനോഹരമായിട്ട് സാറിനത് പറഞ്ഞു തരാൻ നൽകിയത്. വളരെ നന്ദി.